ഞാൻ നല്ല ഇടയനാകുന്നു. ഐ ആം ദ ഗുഡ് ഷെപ്പേർഡ്. ആരാ പറഞ്ഞതെന്ന് ഞാൻ പറയാതെ തന്നെ അറിയാം. യേശുക്രിസ്തുവിൻ്റെ വാക്യമാണ്, ഞാൻ നല്ല ഇടയനാകുന്നു. ഇടയന്മാർ നല്ലതല്ലെങ്കിൽ ആടുകൾ ചിതറിപ്പോകുന്ന എസെക്കിയേൽ എഴുതിയിട്ടുണ്ട്. എന്നാൽ നല്ല ഇടയനെക്കുറിച്ചുള്ളത്, നമ്മൾ ഇടയനെക്കുറിച്ച് പറയുമ്പോൾ ആദ്യം നമ്മുടെ ഹൃദയത്തിൽ ചിന്ത വരുന്നത് സങ്കീർത്തനം 23 യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകുകയില്ല. ഈ പേഴ്സണലായിട്ടുള്ള ഒരു ബന്ധം, അതായത് കർത്താവ് കഴിഞ്ഞ ദിവസം ഞാനിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് ചില കാര്യങ്ങളിങ്ങനെ, നമ്മൾ ദൈവം കൂട്ടുകാരെ പോലെ ചിലപ്പോൾ സംസാരിക്കും. അതിന് കർത്താവ് പറഞ്ഞത് എങ്ങനെയാണ്, പാതി വഴിക്ക് ഞാൻ ഇട്ടേച്ചു പോകുന്ന ദൈവമല്ല, ഞാൻ പാതി വഴിക്ക് ഉപേക്ഷിക്കത്തില്ല. കാട്ടിലൊക്കെ കൂടെ യാത്ര ചെയ്യേണ്ടി വരും, കാട്ടിൽ നിന്നെ ഞാൻ തനിയെ ആക്കത്തില്ല, അവിടെ ഉപേക്ഷിക്കത്തില്ല, ഇരുട്ടിൽ ഞാൻ നിർത്തത്തില്ല. ഇതൊക്കെ പരിശുദ്ധാത്മാവ് ഇങ്ങോട്ട് നമ്മളോട് കേൾക്കുമ്പോൾ നമ്മുടെയൊക്കെ ഡ്രീംസ് അല്ലെ നമ്മുടെ വിഷൻസ് അതങ്ങ് ഇല്ലാതാകുന്ന ഒരു കാലമുണ്ട്. ചിലർ പറയും പ്രായമായതുകൊണ്ട്. പ്രായമായവരെക്കാട്ടി കൂടുതൽ ഡ്രീംസ് ഇല്ലാത്ത ഇപ്പം ചെറുപ്പക്കാർക്കാണ്. ഫസ്റ്റ് ഓഫ് ഓൾ അവർക്ക് ജോലി കാണത്തില്ല. പല ആമക്കളും ഇപ്പം വിവാഹം കഴിക്കാതെ നിൽക്കുന്നു, പെൺമക്കളെല്ലാം പുറത്തു പോകുന്നു. അപ്പം വേറൊരു ഒരു സ്ഥിതിയാണ് നമുക്കുള്ളത്. ഞാൻ പ്രാർത്ഥിച്ചിട്ട് വിവാഹം നടക്കണമെന്ന് ആഗ്രഹിച്ചിട്ട് പ്രാർത്ഥിച്ചിട്ടുള്ള പലരുടെ ആമക്കളുടെ വിവാഹം നടക്കുന്നില്ല. ഞാൻ അവരോട് ചോദിക്കുക, എന്താ വിവാഹം നടക്കാത്തതെന്ന് ചോദിക്കുമ്പോൾ അവർ പറയും, അവർക്കൊക്കെ പുറത്തുള്ളവരെ മതി, ഇവിടെയുള്ള പെൺമക്കൾക്ക് ആർക്കും ഇവിടെ ഉള്ളവരെ വേണ്ട. അപ്പം കാലം മാറിയിട്ട് ഇടയനില്ലാത്ത ഒരു ജനതയായിട്ട് ആൺമക്കളും മാറിയിരിക്കുകയാണ്. അവർക്ക് പൂർണ്ണതയില്ലാത്ത ഒരു ജീവിതത്തിൽ കൂടെ ഒരു തുണയായിട്ട് ഒരാളെ കിട്ടാതെ വിഷമിക്കുകയാണ്. ഇതെല്ലാം ഇടയൻ്റെ കുറവ് കൊണ്ടല്ലേ? ഒരാട്ടും കൂട്ടമാണെങ്കിൽ അതിനകത്ത് ആടുകൾ, അതിൻ്റെ പറ്റിയ ഒരു കുടുംബം അതിനകത്ത് വരത്തില്ലേ? അത് വരണ്ടേ? അത് നമ്മൾ അറിയുക. ഇവരൊക്കെ നേർച്ച, എന്നെ വിളിക്കുന്ന പലരും നേർച്ച കഴിക്കുന്നുണ്ട്, പല ഉപവാസങ്ങൾ എടുക്കുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്. എന്നിട്ട് ഇവരുടെ വിവാഹം കഴിക്കാൻ ഓരോ പ്രാവശ്യം ഇവരുടെ പേരെൻ്റെ മുമ്പിൽ വരുമ്പം ഞാൻ ദൈവത്തോട് ചോദിക്കും, ഇവരുടെ വിവാഹം ഇതുവരെ നടന്നില്ലല്ലോ. ആൺമക്കളെക്കാട്ടി കൂടുതൽ പാടിപ്പം പെൺമക്കളെക്കാട്ടി കൂടുതൽ പാട് ആൺമക്കൾക്കാണ്. ഒരു ഇടയനെ വേണം. അത് എന്ത് ഇടയെന്ന് പറഞ്ഞാൽ, ആ ഇടയൻ എന്നെ വിളിക്കുമ്പോൾ ഞാൻ ആ ശബ്ദം കേൾക്കണം. അല്ലാതെ ചുമ്മാതെ ഇടയനുണ്ടെന്ന് പറഞ്ഞു. സങ്കീർത്തനം 23 എനിക്ക് യഹോവ എൻ്റെ ഇടയനാന്ന്. യഹോവയെ അറിയാതെ എങ്ങനെയാണ് ഇടയനാന്ന് പറയുന്നതെന്ന് എനിക്കറിഞ്ഞുകൂടാ. അറിയാൻ ശ്രമിക്കുന്നുണ്ടോ? നമ്മൾ പരിശ്രമിക്കുന്നെന്ന് പറഞ്ഞാലും അറിവ് ഇൻ ദ റൈറ്റ് ട്രാക്ക്. അതായത് ഞാനീ പറയുന്നത്, സ്വർഗത്തിലേക്ക് ഒരു ഗോപേണി വെച്ചിട്ടുണ്ട്, യാക്കോബിൻ്റെ ഗോൾ. അത് ഒറ്റ ഡിഗ്രി വേണം, മൈനസ് ആയാലും മതി, ഒരല്പ ഡിഗ്രി ഡീവിയേറ്റ് ചെയ്താൽ വെച്ചെങ്കിൽ അത് സ്വർഗത്തിൽ ചെല്ലൂല. നമ്മളെല്ലാം മുൻപോട്ട് കയറുമ്പം മുമ്പോട്ടുള്ള ഗോവണിയുടെ അറ്റം സ്വർഗത്തിലാണോ വെച്ചിരിക്കുന്നതെന്ന് അറിയാതെ ഗോവേണി ചവിട്ടിപ്പിടിച്ച് കയറുകയാണ്. എല്ലാ അടുത്ത തലമുറകൾ കഷ്ടപ്പാടെന്ന് പറഞ്ഞാൽ രാവിലെ തൊട്ട് രാത്രി വരെയും കഷ്ടപ്പെട്ട് ജോലി ചെയ്യുന്നവരാണ്. പണ്ടൊക്കെ വീട്ടിൽ വന്നാൽ മക്കൾക്ക് വിശ്രമിക്കായിരുന്നു. ഇപ്പോൾ ഈ ഒരു കമ്പ്യൂട്ടറും പിന്നെന്താ ഒരു മൊബൈലും ഒരു കുന്തവും വന്നതോടുകൂടി ജീവിതത്തിൽ ഈ പിള്ളേർ റെസ്റ്റ് ചെയ്ത് ഞാൻ കാണുന്നില്ല. ഞാൻ നേരിട്ട് കാണുന്നു, എൻ്റെ ഭവനത്തിൽ തന്നെയുണ്ട്. അവർക്ക് റെസ്റ്റില്ല. അവർ ജോലി കഴിഞ്ഞേച്ച് വരുമ്പോൾ ആ ജോലി അവിടെ ഇട്ടേച്ച് വരാൻ ഒക്കുന്നില്ല. ഈ അടുത്തിടെ തന്നെ ഞാൻ ബാംഗ്ലൂരിൽ പോയപ്പോൾ അവിടുത്തെ കൊച്ചുമോള് പറയുമായിരുന്നു, എൻ്റെ ഈ ജോലി കഴിഞ്ഞിട്ട് വരാൻ നേരത്ത് 4 മണിയാകുമ്പോൾ വേറൊരു അസൈൻമെൻറ്റ്, ഇന്ന് രാത്രിക്ക് മുമ്പ്. രാത്രി മുഴുവനും പിള്ളേരിരുന്ന് ജോലി ചെയ്യുക. എവിടെ ഇടയൻ? ആരുടെ ഇടയനായിട്ട്? നമ്മളെവിടെ ഇടയനെ കാണുന്നു? എന്തോ ഒരു ജീവിതമാണ്. മനുഷ്യൻ കഷ്ടപ്പാടെന്ന് പറഞ്ഞാൽ ഏറ്റവും കഷ്ടപ്പാടും അവസാനം ചെയ്യുന്നതിനൊന്നും ഒരു ക്രെഡിറ്റും കിട്ടത്തില്ല. പിന്നെ ഞാൻ വെച്ച് പ്രാർത്ഥിച്ച കുഞ്ഞിന് വേണ്ടി, പിന്നെ ഈ ദുഷ്ടശക്തി കുഞ്ഞിനെ ഇട്ടുകൊണ്ട് ചോർത്തിയിട്ട് നല്ല പേര് പോലും കൊടുക്കാതെ, ക്രെഡിറ്റ് കൊടുക്കാതിരിക്കുന്ന ദുരാത്മാവിനെ യേശുവിൻ നാമത്തിൽ അഴിയട്ടെ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അന്ന് ദിവസം ആ മനുഷ്യൻ പറഞ്ഞു, യു ആർ ഡൂയിങ് എ ഗുഡ് ജോബ്. എന്താണ്? ആത്മീയ ഗോളം അറിയാതെ നമ്മുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിച്ചുള്ള കാശെല്ലാം ചിലവാക്കി പഠിപ്പിച്ചു കഴിഞ്ഞ് ഒരു ജോലിക്ക് വിട്ടിട്ട് സ്വസ്ഥതയില്ലാതെ തലവേദനയും വയറ്റുവേദനയും പ്രയാസമായിട്ട് കുഞ്ഞുങ്ങൾ വന്നു വരുമ്പോൾ നമ്മൾ നിസ്സഹായമായിട്ട് കൈമലർത്തുകയാണ്.
അതാണ് ഇടയനില്ലാത്ത ഒരു കൂട്ടമായിട്ട് നമ്മൾ മാറിയിട്ടുണ്ടോ? എല്ലാവരോടും ചോദിക്കുമ്പോൾ അനുഭവങ്ങൾ അവനവൻ്റെ വീട്ടിലുള്ള ബലഹീനത ആരോടും പറയില്ല. നമ്മുടെ അടുത്ത തലമുറകൾ കഷ്ടപ്പെടുന്നതിൻ്റെ ആഴം നമ്മൾ ദൈവവുമായിട്ടുള്ള ബന്ധത്തിൻ്റെ കുറവാണെന്ന് നമ്മൾ സമ്മതിക്കുന്നില്ല. ഇടയനെക്കുറിച്ച് വായിച്ച് കേൾപ്പിക്കാം, നല്ല ഇടയനെക്കുറിച്ച്. യോഹന്നാൻ്റെ 10-ാം അധ്യായത്തിൽ, ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, ആട്ടിൻ തൊഴുത്തിൽ വാതിലൂടെ കടക്കാതെ വേറെ വഴിയായി കയറുന്നവൻ കള്ളനും കവർച്ചക്കാരനുമാകുന്നു. ആട്ടിൻ തൊഴുത്തിൻ്റെ വാതിൽ കൂടെ, ആ വാതിലിനകത്തൂടെ അല്ല അവർ കയറുന്നത്, പല വാതിൽ വെച്ചിരിക്കുകയാണ്. എന്നിട്ട് അവൻ ആരാന്നാ പറയുന്നത്? ദൈവം പറയും, യേശു പറയുന്ന ഭാഗമാണ്. അവൻ കള്ളനും കവർച്ച. എന്തിനാ നമ്മുടെ കുഞ്ഞുങ്ങൾ ജോലി ചെയ്യുന്ന വലിയ കമ്പനികളിലാണ്. ഏതൊരു മക്കളോട് ചോദിച്ചാലും അവരെല്ലാം വലിയ വലിയ കമ്പനികളിൽ, അമേരിക്കൻ കമ്പനികളിൽ, ജാപ്പനീസ് കമ്പനികളിലൊക്കെ വർക്ക് ചെയ്യുന്നു. പക്ഷേ സ്വസ്ഥതയില്ലാത്ത ജോലി. എന്നിട്ട് നമ്മൾ ഗമയായിട്ട് പറഞ്ഞിട്ടുണ്ട്, ഈ കുഞ്ഞുങ്ങൾ എത്രമാത്രം കഷ്ടപ്പെടുന്നെന്ന് നമുക്ക് പറയാൻ ഒക്കുന്നില്ല. കാരണം നമ്മൾ അവരുടെ ഷൂസിലല്ലല്ലോ. ആൻഡ് വി ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് ദ സ്ട്രെസ് ആൻഡ് ദ ടെൻഷൻ ദാറ്റ് ഗോസ് ത്രൂ ദം. നമ്മൾ പുറകിൽ നിന്ന് പ്രാർത്ഥിച്ചിട്ട് ഈ കുഞ്ഞുങ്ങൾ പോകുന്ന ജോലിയിൽ അല്പ സാവകാശം കൊടുക്കണമേ എന്നൊന്ന് പ്രാർത്ഥിച്ചാൽ പരിശുദ്ധാത്മാവ് അഴിച്ചു മാറ്റും. എൻ്റെ തന്നെ മോളെ ഞാൻ ഓർക്കുന്നുണ്ട്. ഞങ്ങളുടെ മോള് അമേരിക്കയിൽ ജോലി ചെയ്തപ്പം രാവിലെ 7 മണിക്ക് പോയ രാത്രി 9 വരെ ജോലിയാണ്. വലിയ ശമ്പളം. ഞാൻ പറഞ്ഞു, എൻ്റെ പൊന്നെ ദൈവം, ഇതല്ല ജോലി, ഇതിനാണ് ഇവിടെ പറഞ്ഞോട്ട്. അവിടെ വെച്ച് ദൈവം നിർത്തിച്ചിട്ട് കമ്പനി റിട്ടേൺ ചെയ്ത് പിന്നെ വേറെ കമ്പനിയിൽ ഇപ്പം അവൾ പാർട്ട്ണറായിട്ട് വർക്ക് ചെയ്യുന്നത്. ഇങ്ങനെ വർഷങ്ങളുടെ പ്രാർത്ഥന. എന്നാൽ പ്രാർത്ഥിച്ചിട്ട് ചില കാര്യങ്ങൾ നേടാത്തത് കിടപ്പുണ്ടില്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഇടയനില്ലാത്ത ജീവിതം നമ്മുടെ മക്കൾക്കുണ്ടാകരുത്. ഇടയനാണ് ഏത് വയലിൽ പോകണമെന്ന് തീരുമാനിക്കേണ്ടത്. അത് കേൾക്ക്. അതാണ് ഞാൻ പറഞ്ഞു പഠിപ്പിക്കുന്നതല്ല. അതാ പറയുന്നു, വാതിലൂടെ കടക്കുന്നവൻ ആടുകളുടെ ഇടയനാകുന്നു. അവന് വാതിൽ കാവൽക്കാരൻ തുറന്നു കൊടുക്കുന്നു. ആടുകൾ അവൻ്റെ ശബ്ദം കേൾക്കുന്നു. തൻ്റെ ആടുകളെ അവൻ പേർ ചൊല്ലി വിളിച്ച് പുറത്ത് കൊണ്ടുപോകുന്നു. ഏതെങ്കിലും ഒരിടത്ത് ജോലിക്ക് പോയി കഴിഞ്ഞിട്ട് ആരെങ്കിലും വിചാരിച്ച ഈ പിള്ളേരെ പുറത്തോട്ട് കൊണ്ടുവരാൻ നോക്കുമോ? ജീവിതം കഷ്ടപ്പാടിന്. ഇവിടെ പറയുന്നു, ഞാനാണ് ഇടയനെങ്കിൽ ഞാൻ അകത്ത് കൊണ്ടുപോകും, ഞാൻ പുറത്ത് കൊണ്ടുവരും. എനിക്ക് അധികാരമുണ്ട്. അവർക്ക് അകത്ത് കയറിയിരിക്കാനും പുറത്ത് വരാനും ഞാൻ അധികാരം കൊടുക്കും. ഞാൻ അവർക്ക് വേണ്ടി പുതിയ കമ്പനികളെ സ്ഥാപിക്കും. ഞാൻ അവരെ എൻ്റെ കൈ കൊണ്ട് നടത്തും. പച്ച പുൽപ്പുറം എവിടെ നിന്ന് ഞാൻ കണ്ടുപിടിക്കും. ഇതൊക്കെ നമ്മുടെ ജോലിയല്ല, ദൈവത്തിൻ്റെ. ഇതെല്ലാം നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങളെ ഏൽപ്പിച്ചേച്ച് നമ്മളും വലിയ ദൈവമാണെന്നും പറഞ്ഞ് നടന്നാൽ ഒന്നും കാര്യങ്ങൾ നീങ്ങുന്നില്ല. വചനം എടുക്കുകയാണ്. ആടുകൾ അവൻ്റെ ശബ്ദം കേൾക്കും. തൻ്റെ ആടുകളെ അവൻ പേർ ചൊല്ലി വിളിച്ച് പുറത്തേ കൊണ്ടുപോകുന്നു. അകത്തും പുറത്തും കൊണ്ടുപോകാൻ കഴിവുള്ള ദൈവം. തനിക്കുള്ളവയൊക്കെയും പുറത്തു കൊണ്ടുപോയ ശേഷം അവൻ അവയ്ക്ക് മുൻപായി നടക്കും. പുറത്ത് കൊണ്ടുവന്ന് കഴിഞ്ഞിട്ടാണ് ദൈവം മുമ്പേ നടക്കുന്നത്. ഞാൻ അങ്ങനെ തന്നെ ആത്മാവിൽ കാണുന്നത്. എൻ്റെ വചനങ്ങൾ അധിക നാളുകൾ കേൾക്കുന്നവരുടെ മുൻപിൽ പരിശുദ്ധാത്മാവ് മുൻപേ വന്നിട്ട് നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും എൻ്റെ കുടുംബത്തിലുള്ള അംഗങ്ങളെ ദൈവം പുറത്ത് കൊണ്ടുവരിക തന്നെയല്ല, ഇടയൻ ഇതാ മുൻപേ പോകുന്നു. ഇടയൻ മുൻപേ പോകുന്ന അനുസരിക്കുന്ന ആരറിയാമോ? സ്വന്തം ആടുകൾ. പരിചയപ്പെടുക. പരിചയമാണ്. പരിജ്ഞാനം കൊണ്ട് നിറയണം. ആടുകൾ അവൻ്റെ ശബ്ദം അറിഞ്ഞ്, ശബ്ദം അറിയണമെങ്കിൽ പരിചയം വേണ്ട. ഈ ആടുകൾ വളർത്തുന്നിടത്ത് പോകാമെങ്കിൽ നമ്മൾ ഈ മരുഭൂമിയിലൊക്കെ പോകുമ്പോൾ അറിയാം, പല ആടുകൾ ഒന്നിച്ചാണ് മേയുന്നത്. കാരണം അവർക്ക് സെഗ്രേറ്റ് ചെയ്യാനൊക്കത്തില്ല. പക്ഷേ ഇടയൻ വന്ന് ഒരു ശബ്ദമുണ്ടാക്കും. ആ ശബ്ദം കേൾക്കുമ്പം ആ ഇടയൻ ആരുടെ ആടുകളാണ് എന്നുള്ളത് അത് മനസ്സിലാക്കിയിട്ട് ആ കൂട്ടം മാത്രമേ വലിയ കൂട്ടത്തിൽ നിന്ന് തിരിച്ചു വരും. അങ്ങനെ അവരവരുടെ ആട്ടിൻകൂട്ടങ്ങളെ തിരിച്ചു കൊണ്ടുപോകുന്നത്. ദൈവം മുൻപേ പോകാത്ത ഏത് ആട്ടിൻകൂട്ടമാണ് നമ്മുടെ ഉള്ളിൽ? അഴിഞ്ഞു പോട്ട് കർത്താവേ, നിനക്ക് ഇതമല്ലാത്ത ആട്ടിൻ്റെ ഒറ്റത്തിൽ പോയി കിടക്കുന്ന കുഞ്ഞുങ്ങളെ തിരിച്ചു കൊണ്ടുവരണം. പറയുന്നില്ലേ, 100 ആടുകൾ ഉള്ളതിൽ ഒന്നിനെ വിട്ട് ഒരെണ്ണം നശിച്ചു പോയി മുള്ളും പറക്കാരെ ഇടയ്ക്ക് കിടക്കുന്നതിനെ ഓർപ്പിക്കുകയാണ് നമ്മൾ. അഭിഷം പോയിട്ട് പറഞ്ഞു, ഞാൻ 99 ഇവിടെ വെച്ചേച്ച് ഞാൻ അതിനെ പോയി അന്വേഷിച്ച് വരുന്ന നല്ല ഇടയനാകുന്നു. ഈ നല്ല ഇടയൻ്റെ ജോലി എന്തുവാ? സിംഹവും കരടിയും ദുഷ്ടശക്തികളും പിന്നെ എന്നാ രാത്രിയും പകലും ജോലി ചെയ്യിപ്പിക്കുന്ന, തലവേദനയായിട്ട് വയറ്റുവേദനയായിട്ട് സ്ട്രെസ്സായിട്ട് കുടുംബജീവിതം ഇല്ലാതെ വെറുതെ ജോലി ചെയ്യിപ്പിക്കുന്നവരെ ഇടയൻ പുറത്തു കൊണ്ടുവന്നേച്ച് അവരെ നേർവഴിക്ക് നടത്താൻ അവൻ വിശ്വസ്തൻ തന്നെ. അധികാരമായിട്ട് ആത്മാവ് പറയുന്നു. അങ്ങനെയാണ് പറയുന്നത്.
ആടുകൾ അവൻ്റെ ശബ്ദം അറിഞ്ഞ് അവനെ അന്യന്മാരുടെ ശബ്ദം അറിയായകൊണ്ട് അവ അന്യനെ അനുഗമിക്കാതെ വിട്ട് ഓടിപ്പോകും. ഈ സാദൃശ്യമേശു അവരോട് പറഞ്ഞു. എന്നാൽ തങ്ങളോട് പറഞ്ഞത് ഇന്നത് എന്ന് അവർ ഗ്രഹിച്ചില്ല. വളരെ വളരെ സങ്കടമാണ്. ആത്മാവുള്ള അനേക മക്കളുടെ ഹൃദയത്തിൽ ഇത് ചെന്ന് കൊള്ളണം. കർത്താവെ, ആടുകളായിട്ട് ഇടേൻ. ഒന്നാമത് ക്രിസ്ത്യൻ ദൈവമക്കൾക്ക് വേണ്ടിയുള്ള സ്ഥാപനങ്ങൾ കുറവാണ്. ദൈവത്തിൻ്റെ പ്രാർത്ഥനയുള്ള സ്ഥാനം. കാരണം നമ്മുടെ മുൻ തലമുറകളുടെ ബലഹീനത കൊണ്ടാണ് ഈ അടുത്ത തലമുറയിൽ ഇത്രയും ഗതികേട് വന്നത്. നമ്മൾ കാണിക്കേണ്ട തീഷ്ണത കാണിക്കാതിരുന്നതിനാൽ ചർച്ചുകളിൽ, സഭകളിൽ, കോളേജുകളിൽ, ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ, സമുദായത്തിൽ, നമ്മുടെ രാഷ്ട്രീയത്തിലൊക്കെ അപാകതകൾ വരുന്നതുണ്ട്. അത് നമ്മുടെ മുൻ തലമുറ നമ്മളോട് പറഞ്ഞിട്ടില്ല. കാരണം ഒരു കാലത്ത് നല്ല പ്രൗഢിയിൽ ജീവിച്ച വല്യപ്പച്ചന്മാർ വിചാരിച്ചു ഇതിങ്ങനെ അങ്ങ് നിന്നോളുമെന്ന്. അത് എപ്പോഴേ മാറിപ്പോയി. പണ്ട് എൻ്റെ ഉപ്പാപ്പയ്ക്ക് ആനയുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് എന്നാ ഗുണമാണ്, അതെല്ലാം പോയില്ലേ. ഇവൻ തിരിച്ചു വിളിക്കാൻ വേണ്ടിയുള്ള എസെക്കിയേൽ 34 പറയുന്ന ഒരു വാക്യം, ഇടയനില്ലായിക കൊണ്ട് 34:5 ഇടയനില്ലായിക കൊണ്ട് അവ ചിതറിപ്പോയിട്ട് അവ കാട്ടിലെ സകല മൃഗങ്ങൾക്കും ഇരയായി തീർന്നു. ഒഴുന്ന് നടക്കുന്ന ഒരു ജനം. സങ്കടത്തോടെ ദൈവം പറയാണ്, ഞാനാണ് വാതിൽ. കർത്താവ് പറയുന്നു, ഞാൻ തൻ്റെ കർത്താവ് പറയുന്നു 10 ഞാൻ വാതിലാകുന്നു, എന്നിലൂടെ കടക്കുന്നവൻ രക്ഷപ്പെടും, അവൻ അകത്തു വരികയും പുറത്തു പോവുകയും മേച്ചൽ കണ്ടെത്തുകയും ചെയ്യും. ഞാൻ നല്ല ഇടയനാകുന്നു. നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി തൻ്റെ ജീവനെ കൊടുക്കുന്നു. വ്യക്തമായിട്ട് എഴുതിയിട്ടില്ലേ യോഹന്നാൻ്റെ 10? ഞാൻ നല്ല ഇടയൻ, പിതാവ് എന്നെ അറിയുകയും ഞാൻ പിതാവിനെ അറിയുകയും ചെയ്യുന്നത് കൊണ്ട് ഞാൻ എനിക്കുള്ളവയെ അറിയുകയും എനിക്കുള്ളവ എന്നെ അറിയുകയും ചെയ്യും. ആടുകൾക്ക് വേണ്ടി ഞാൻ എൻ്റെ ജീവനെ കൊടുക്കും. ആടുകൾക്ക് വേണ്ടി ജീവനെ കൊടുക്കുന്നു എന്ന് പറയുമ്പം ഇത് യേശു ജീവിച്ചിരുന്ന കാലത്ത് എഴുതുക. പക്ഷേ യേശു ക്രിസ്തു ജീവൻ തന്നു കഴിഞ്ഞു. ഇന്ന് ഇത് പറയാൻ ആളില്ല. ഇത് ഭിത്തിയിൽ എഴുതിയിടാൻ ഒക്കുന്നില്ല. ഇത് നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഹൃദയത്തിൽ എഴുതാൻ വയ്യാത്തവണ്ണം ദുഷ്ടശക്തികൾ അതിങ്ങനെ മാറ്റി നിർത്തിയിരിക്കുക. ഒന്നിച്ച് ജീവിക്കുക. പണ്ട് നമ്മൾക്ക് ഈ വിവാഹം കഴിപ്പിക്കുന്നതിന് മുമ്പ് കുഞ്ഞുങ്ങളൊക്കെ നമുക്ക് കാണത്തക്ക ദൂരത്തിലേ അവരെ വിവാഹം കഴിക്കത്തുള്ളൂ. സമുദ്രം കടന്നു പോകുന്നത് തന്നെ തെറ്റെന്ന് നമ്മൾ പറയുമായിരുന്നു. അതുപോലെ നമ്മൾ അടുപ്പിച്ച് അവരെ നിർത്തുമായിരുന്നു. ഇപ്പോഴോ ഒരാൾ കിഴക്കാണെങ്കിൽ ഒരാൾ പടിഞ്ഞാറ് എൻ്റെ നമുക്ക് ഒന്ന് കാണണമെങ്കിൽ ഒക്കുമോ? വർഷത്തിൽ ഒരിക്കലെങ്കിലും പോകാനൊത്തെങ്കിൽ. ഞാനൊക്കെ ഞങ്ങളുടെ ചെറുപ്പകാലത്ത് നമ്മൾ പഠിക്കുമ്പം നമ്മൾ ഇംഗ്ലണ്ടിലാണ് ലോ പഠിക്കാൻ പോയത്. എൻ്റെ ഹസ്ബൻഡ് മെഡിസിൻ പഠിച്ചിട്ട് MRCP 5 വർഷത്തേക്കൊക്കെ പോയിട്ട് തിരിച്ചു വരാത്ത സമയമുണ്ട്. ഫോൺ വിളിച്ചാൽ കിട്ടാത്ത സമയമുണ്ട്. കാരണം അന്ന് ഫോണില്ലല്ലോ ഇതുപോലെ. ഇതൊക്കെ പറഞ്ഞാൽ ആർക്കെങ്കിലും മനസ്സിലാകുമോ? പക്ഷേ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ നടത്തി. ആ ദൈവത്തിൻ്റെ വിശ്വസ്തത നമ്മുടെ അടുത്ത തലമുറയിലേക്ക് പാസ് ചെയ്യാൻ നമ്മൾ പ്രാർത്ഥിക്കേണ്ടിയിരിക്കുന്നു. നല്ല ഇടയൻ എവിടെ ഉണ്ട് എന്ന് ഞാൻ പറയുന്നത്. നല്ല ഇടയനുണ്ട്. ഇപ്പം നമുക്കൊരു പ്രയാസം വന്നാൽ ഒരു നല്ല ഇടയൻ ഈ വിഷയത്തിന്മേൽ കാര്യപ്രാപ്തിയായിട്ട് ജയിച്ച ഒരു വ്യക്തി ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല, നമുക്ക് പറയാൻ അറിഞ്ഞുകൂടാ. കാരണം പീപ്പിൾ ഹവ് ബിക്കം സോ സെൽഫിഷ്. ആർക്കും നേരമില്ല ഒരു ഉപദേശം ചോദിക്കാൻ. ഇപ്പോൾ ലോയേഴ്സ് ആണെങ്കിൽ ബാരിസ്റ്റേഴ്സ് ഉണ്ടെങ്കിൽ നമ്മളൊരു ഉപദേശം ചോദിച്ചാൽ ഉടനെ ഒരു ബില്ല് വരും, $1000. എങ്ങനെയുണ്ട്? അതാണ് പുറത്തെ. ഇവിടെ അങ്ങനെയൊക്കെ തന്നെ. ഒരു ഉപദേശം ചോദിക്കാൻ ആളുകളില്ല. യേശു പറയുന്നു, ഞാനാണ് നല്ല ഇടയൻ. വിട്ടുകൊടുക്കാൻ നമ്മളെയും നമ്മുടെ കുഞ്ഞുങ്ങളെയും ക്രിസ്തുവിൻ്റെ കയ്യിലേക്ക്. നീയാണ് ഇടയനെന്ന് ഈ യോഹന്നാൻ്റെ 10-ാം അധ്യായം പല പ്രാവശ്യം എടുത്ത് വായിക്കുക. എന്നിട്ട് കർത്താവിനോട് പറ, നീ അല്ല എങ്കിൽ വല്ലവൻ്റെ ആടുകളായിട്ട് നടക്കുന്ന അവരില്ലാതായിപ്പോവും. കർത്താവെ, നീ തിരിച്ചു വന്ന് നീ അവരൊക്കെ തിരിച്ചു കൊണ്ടുവന്ന് അത് എന്നെ ചെയ്യണമെന്ന് എനിക്കറിഞ്ഞൂടെ. നീ അത് ചെയ്തേ ഒക്കത്തുള്ളൂ. കാടും മേടും മുള്ളും പറക്കാരെയൊക്കെ നദിയും സമുദ്രവും ഒക്കെ കാണുമ്പോൾ നമ്മൾ പേടിച്ചു പോകും. പക്ഷെ പേടിക്കാത്ത ഒരാളുണ്ടല്ലോ, ആ ദൈവത്തെ വിളിച്ചു വരുത്തും. ആ ദൈവം പ്രാർത്ഥന കേൾക്കും. നിരന്തരമായി പ്രാർത്ഥിക്കാൻ കൃപയുള്ളവരുണ്ടാകട്ടെ. പ്രായമുള്ളവരോട് ഞാൻ പ്രത്യേകം പറയുകയാണ്, ദയവ് ചെയ്ത് ടെലിവിഷനും കണ്ട് സമയം കളഞ്ഞ് വേണ്ടാത്ത കാര്യങ്ങൾക്ക് പോയി സമയം കളയാതെ സത്യദൈവത്തിന് വേണ്ടി നിൽക്കാൻ പ്രായമുള്ളവർ നിന്നില്ല എങ്കിൽ അടുത്ത തലമുറ നമ്മുടെ കണ്ണിൻ്റെ മുമ്പിൽ വെച്ച് മറഞ്ഞു പോകും. അങ്ങനത്തെ ഒരു കാലമാണ്. അതുകൊണ്ട് ദൈവത്തെ പിന്നെ കുറ്റം പറഞ്ഞിട്ട് കാര്യം. നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് മടുത്തുകൂടാതെ പ്രാർത്ഥിക്കാം. സ്വസ്ഥത കൊടുപ്പിക്കാതെ പ്രാർത്ഥിക്കാം.
ദൈവസന്നിധിയിൽ പ്രാർത്ഥനയുമായിട്ട് കടന്നു ചെന്ന് ഉത്തരം വാങ്ങിച്ച് കിട്ടുമ്പോൾ എന്തൊരു സന്തോഷമല്ലേ. അവൻ ഉത്തരം തരുന്നൊരു ദൈവമാണ്. പിന്നെ ദൈവം നമ്മുടെ തീഷ്ണത നോക്കും കേട്ടോ. തീഷ്ണതയില്ലാതെ പ്രാർത്ഥന സ്വർഗത്തിൽ ചെല്ലത്തില്ല. തീഷ്ണമായിട്ട് പ്രാർത്ഥിക്കാൻ അറിയത്തില്ല എങ്കിൽ അറിയാൻ കഴിവുള്ളവരോട് പറയും. അങ്ങനെയുള്ളവരുണ്ടല്ലോ. ഏതൊരു ചെറിയ സമൂഹത്തിൽ അങ്ങനെ 1-2 പേരെ ദൈവം വെക്കുമെന്ന് വിനയപ്പെട്ട് എന്ന് ചോദ്യം. അവർ പ്രാർത്ഥിക്കട്ടെ, അവരും കൂടെ പ്രാർത്ഥിക്കട്ടെ. നമുക്ക് ദൈവസന്നിധിയിൽ നാഥ നീ നല്ല ഇടയനാണെന്ന് അവിടുന്നാണ് പറഞ്ഞത്. നല്ല ഇടയൻ്റെ അടുക്കിലേക്ക് കുഞ്ഞുങ്ങളെ കൊണ്ടുവെക്കാൻ ഈ കാലങ്ങളിലൊക്കെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടി ആദ്യമേ തന്നെ അവരുടെ അക്ഷരങ്ങൾ പഠിപ്പിക്കാൻ വേണ്ടി അവരെ കൊണ്ട് ഓരോരുത്തരെ ഏൽപ്പിക്കുമ്പം ദൈവത്തെ അറിയുന്നവരെ ആണോ നമ്മൾ ഏൽപ്പിക്കുന്ന കർത്താവേ? സത്യവചനത്തിൻ്റെ ആത്മാവിലാണോ കുഞ്ഞുങ്ങൾ വളരുന്നത്? അവർ പോകുന്ന സ്കൂളുകളിൽ ദൈവത്തിൻ്റെ സത്യമുണ്ടോ? ഇതൊന്നും അറിയാതെ നമ്മൾ ദൈവത്തെ അറിയാത്തവരെ പോലെ ജീവിച്ച് കതിരെ കൊണ്ട് വളം വെച്ചിട്ട് ഒരു പ്രയോജനമില്ല. നിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ഒരു വലിയ ഒരു ഒഴുക്ക് ഞങ്ങളുടെ ഓരോരുത്തരുടെയും ഭവനങ്ങളിൽ, ഞങ്ങളുടെ കുടുംബങ്ങളിൽ തലമുറയായിട്ട് മറഞ്ഞിരിക്കുന്ന സത്യങ്ങൾ പുറത്തോട്ട് കൊണ്ടുവരാൻ കഴിവുള്ള പ്രാഗൽഭ്യമുള്ള ഇടയന്മാരെ ഞങ്ങളുടെ ഇടയ്ക്ക് ഉണ്ടാക്കണം. വചനം ശക്തമായിട്ട് പ്രസംഗിക്കാനും അത് പൊരുൾ തിരിച്ചു പറയാനും എങ്ങനെ ജീവിതത്തിൽ ഉപയോഗിക്കാമെന്ന് പഠിപ്പിക്കാനും കഴിവുള്ളവരെ ഞങ്ങൾക്ക് തരണം. വചനം റോമർക്കെഴുതിയ ലേഖനത്തിൽ റോമർക്കെഴുതിയ ലേഖനം 10 പറയുന്നുണ്ട്, വചനം പറയാതെ എങ്ങനെ ദൈവവചനം ആരെങ്കിലും പൊരുൾ തിരിച്ച് പറയാതെ എങ്ങനെ കേൾക്കും? കേൾക്കാതെ എങ്ങനെ വിശ്വാസം വരും? വചനം നിൻ്റെ സമീപമല്ലോ, നിൻ്റെ അടുക്കൽ തന്നെയെന്ന് പറയുന്നു. പക്ഷെ വചനമെടുത്ത് പറയാനും പറയുന്നത് സ്വീകരിക്കാനും അതാണ് ജീവനുമെന്ന് മനസ്സിലാക്കാനുള്ള ഹൃദയം ഞങ്ങൾക്ക് തരണം. പറയുന്ന ഞങ്ങൾക്കും അതിൻ്റെ കൺവിക്ഷൻ തരണം. നാഥൻ അത് ചെയ്തേ പറ്റൂ. നിൻ്റെ മഹത്വം നീ വേറൊരാൾക്ക് കൊടുക്കത്തില്ല. യു ആർ എ ജലസ് ഗോഡ് ആൻഡ് എ സെലസ് ഗോഡ്. കർത്താവേ, നീ ആത്മാവിൽ ഇറങ്ങി വന്നിട്ട് അനേക കുടുംബങ്ങളിലേക്ക് വെളിച്ചം കൊടുത്ത് നിൻ്റെ പ്രകാശത്തിൽ ജീവിക്കുവാൻ തലമുറകളെ തെരഞ്ഞെടുത്തവരെ, മുൻ നിയമിച്ചവരെ നീ തന്നെ കണ്ടുപിടിച്ച് ഇടയനായവൻ തിരിച്ചു കൊണ്ടുവരുന്നതായിട്ട് ഞങ്ങൾ കാണുന്നു. വഴിയിൽ ദൈവമേ, ചിലരൊക്കെ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ വഴിയിൽ കർത്താവേ അനാഥരെ പോലെ കിടപ്പുണ്ട്. ചിലരെ മുള്ളും പുറക്കാരെ ഇടയ്ക്കയറി, ചിലർ മലയുടെ മുകളിൽ പാറയുടെ പുറത്തോട്ട് വലിഞ്ഞു കയറുക. ആരും സിയോൻ്റെ മലയിലോട്ട് കയറുന്നില്ലല്ലോ കർത്താവ്. എക്കത്തിൻ്റെ വാതിലുകൾ അടച്ച്, മറ്റു വാതിലുകൾ അടച്ച് എക്കത്തിനെ സിയോൻ മലയിലേക്ക് കൊണ്ടുവരാൻ നീ വിശ്വസ്തൻ. നീ ഒരാളെ വിളിച്ചാൽ അവിടുന്ന് ഒന്ന് നോക്കിയാൽ അവർ വരും. പൗലോസിനെ കണ്ടില്ലേ? അതുപോലെ ഓരോരുത്തരുടെയും സന്ദർശിച്ചു നീ അവരെ നല്ല ഇടയനായ ദൈവത്തിൻ്റെ പച്ചപ്പുൽപ്പുറത്തേക്ക് കൊണ്ടുവരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദിനം പ്രതി നിൻ്റെ ജീവൻ്റെ മന്ന കഴിച്ച് ജീവിപ്പാൻ, അതിൽ ബലപ്പെടാൻ. അങ്ങനെയുള്ളവർക്ക് ക്ഷീണമില്ല, രോഗമില്ല, അസുഖമില്ല, എല്ലാം മാറിപ്പോവും. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ അങ്ങനെ തന്നെ ചെയ്യട്ടെ. പ്രാർത്ഥനയായിട്ട് ഉത്തരം തരുന്നതിന് നന്ദി. യേശു ക്രിസ്തുവിൻ്റെ പുണ്യനാമത്തിൽ തന്നെ ആമേൻ.